എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കഥയാണ് വാമന രൂപത്തിൽ മഹാവിഷ്ണു വന്നിട്ട് മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള കഥ. ഈ മഹാബലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തിട്ടുള്ള ആൾ എന്നാണ്. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ഇന്ദ്രസേനൻ എന്നായിരുന്നു. നമ്മുടെ പ്രഹ്ലാദൻ്റെ പുത്രനായിട്ടുള്ള വിരോചനൻ്റെ പുത്രനാണ് മഹാബലി. മഹാബലിയുടെ ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. അവർക്കൊരു പുത്രനുണ്ടായിരുന്നു, ബാണാസുരൻ എന്നാണ് ആ പുത്രൻ്റെ പേര്. ഭൃഗുവംശജരായിട്ടുള്ള ബ്രാഹ്മണർ വൈവസ്വത മന്വന്തരത്തിൽ മഹാബലിക്ക് ഇന്ദ്രപദവി കൊടുക്കാൻ വേണ്ടിയിട്ട് നർമ്മദാ നദിയുടെ തീരത്ത് വെച്ചിട്ട് വിശ്വജിത്ത് എന്ന് പറയുന്നൊരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനമൂർത്തി കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അവതാരം എടുത്തിട്ട് ഭിക്ഷ ചോദിച്ചിട്ട് എത്തുന്നത്. മഹാത്യാഗിയും ദാനശീലനൊക്കെയാണ് മഹാബലിയെങ്കിലും ആ ഒരു കർത്തൃത്വ ഭാവം, ഞാൻ എന്നുള്ളൊരു ഭാവം മഹാബലിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് തന്നോട് ആര് വന്ന് എന്ത് ചോദിച്ചാലും തനിക്ക് കൊടുക്കാൻ കഴിയുന്നുള്ള ഒരു ഞാനെന്ന ഭാവം, ഒരു കർത്തൃത്വ ബോധം മഹാബലിയുടെ ഉള്ളിൽ എപ്പോഴും മഹാബലി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാമനമൂർത്തി വന്നിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 അടി മണ്ണ് വേണമെന്ന് പറയുന്ന സമയത്ത് മഹാബലി കൊടുക്കാമെന്ന് ഏൽക്കുകയാണ് ചെയ്യുന്നത്. ദുർവാസാവിനൊക്കെ ഇത് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ബ്രാഹ്മണകുമാരനല്ല വന്നത് ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട്, ഇത് മഹാവിഷ്ണു രൂപമെടുത്ത് വന്നതാണെന്ന്. പക്ഷേ മഹാബലി അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കിയിരുന്നില്ല. മഹാബലി എന്നിട്ട് 3 അടി മണ്ണ് ദാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സങ്കല്പം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാമനമൂർത്തി ഭൂർഭുവ സുവ എന്ന് പറയുന്ന ലോകത്രയങ്ങൾ താണ്ടി നിൽക്കുന്ന സാക്ഷാൽ ത്രിവിക്രമനായിട്ട് മാറിയിട്ട് 2 അടി കൊണ്ട് തന്നെ സകലതും അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് ആകാശവും ഭുജങ്ങൾ കൊണ്ട് ദിക്കുകളും മൂടിയിട്ടുള്ള ആ ത്രിവിക്രമൻ ആദ്യത്തെ ഒരു കാലടിവെപ്പിൽ തന്നെ ബലിയുടെ മുഴുവൻ പൃഥ്വിയും അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ അടിയിലാണെങ്കിലോ ജനലോകം, തപോലോകം, മഹർലോകം, സ്വർഗം, അങ്ങനെ എല്ലാം അളന്നു. അങ്ങനെ മുട്ട് വരെ ഭൂലോകവും നാഭി വരെ ഭൂവർലോകവും നെറ്റി വരെ സ്വർലോകവുമായിട്ടുള്ള ആ സാക്ഷാൽ ത്രിവിക്രമമൂർത്തിൻ്റെ പ്രാണനിലും ശരീരത്തിലൊക്കെ മഹാബലി സകല സ്ഥാവര ജംഗമ വസ്തുക്കളെയും കാണുകയാണ്. അപ്പോൾ സങ്കല്പം ചെയ്ത് പറഞ്ഞത് എന്താ, 3 അടി മണ്ണ് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ 2 അടിയിൽ തന്നെ എല്ലാം അളന്നെടുത്തു. അപ്പോൾ ബാക്കി ഇനി കൊടുക്കാനൊന്നുമില്ല. അപ്പോഴാണ് മഹാബലിൻ്റെ ഉള്ളിൽ ആ ഒരു അഹങ്കാരം അടങ്ങിയത്. അപ്പോൾ മഹാബലി എന്താണ് ചെയ്തത്, സ്വന്തം തല കാണിച്ചു കൊടുത്തിട്ട് ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിക്കാൻ പറയാണ്. കാരണം എന്താണ്, നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത്, അഹങ്കാരത്തിൻ്റെ സ്ഥാനം അത് ശിരസ്സാണ്. അപ്പോൾ അഹങ്കാരം വെടിഞ്ഞ ആ മഹാബലി എന്ത് ചെയ്യുന്നു, ആ ശിരസ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഭഗവാനോട്, തൻ്റെ ശിരസിൽ എടുത്താൽ മതി 3ാമത്തെ പാദം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് 3ാമത്തെ പാദം മഹാബലിയുടെ ശിരസിലാണ്. എന്നിട്ട് മഹാവിഷ്ണു എന്താണ് ചെയ്യുന്നത്, ത്രിവിക്രമമൂർത്തിയായിട്ടുള്ള ആ സാക്ഷാൽ വാമനമൂർത്തി മഹാബലിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭക്തിക്ക് 9 രൂപങ്ങളുണ്ടെന്നാണ് പറയുക. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 ഭക്തി രൂപങ്ങളിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ളതും അവസാനത്തതുമാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. അതായത് തന്നെ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ബലി എന്താണ് ചെയ്തത്, തന്നെ ത്രിവിക്രമമൂർത്തിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബലിയിനോട് ത്രിവിക്രമമൂർത്തി എന്താണ് പറഞ്ഞിട്ടുള്ളത്, സ്വജനങ്ങളെയും ബന്ധുമിത്രാദികളെയും കൂട്ടിയിട്ട് സുതലത്തിലേക്ക് പോയിക്കൊള്ളാനാണ് പറയുന്നത്. മാത്രമല്ല സുതലത്തിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് എപ്പോഴും വാമനമൂർത്തി ഉണ്ടാവുന്നുള്ള ഒരു അനുഗ്രഹം കൂടെ അവർക്ക് കൊടുക്കുകയാണ്. അതുകൂടാതെ തന്നെ സാവർണി മന്വന്തരത്തിൽ ഈ മഹാബലിനെ ഇന്ദ്രപദവി കൊടുത്ത് അനുഗ്രഹിക്കുകയും കൂടെ ചെയ്യാണ് മഹാവിഷ്ണു ചെയ്യുന്നത്. ഈ മന്വന്തര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആൾക്കാർ ബലിരാജാവിനെ പോലെ ദാനം ചെയ്യണമെന്നാണ് പറയുക. അതായത് ആത്മനിവേദനം എന്നുള്ള ഭക്തിയുടെ 9ാമത്തെ ഭൂമികയിലെത്തണം.